എൻ്റെ രണ്ടാമത്തെ മകള് നഴ്സിങ്ങിന് പഠിക്കാൻ പോകാൻ മടിയായിരുന്നു. ഞാൻ അവളെ പ്രാർത്ഥിച്ചു, പറഞ്ഞയച്ചു. അവൾ പഠിച്ചു ജയിക്കില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു. വീണ്ടും വീണ്ടും ഞാൻ പുതുക്കിക്കൊണ്ടിരുന്നു. അവൾ 4 വർഷവും ഫസ്റ്റ് ക്ലാസ്സോടുകൂടി ആ മകൾ പാസ്സായി. റിസൾട്ട് അറിഞ്ഞ് 1 മാസമേ ആയുള്ളൂ. അവൾക്ക് ഡൽഹി മാക്സ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ അവൾക്ക് ജോലി ലഭിക്കുകയും ചെയ്തു. ഉണ്ണി യേശുവിൻ്റെയും അമ്മ മാതാവിൻ്റെയും കാരുണ്യം വളരെ വലുതാണ്. എല്ലാ മാസവും ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും ഉടമ്പടി വസ്തുക്കൾ, നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുകയും എല്ലാം ചെയ്തതിൻ്റെ ഫലമായി കോടാനുകോടി അനുഗ്രഹങ്ങളാണ് ഞങ്ങൾക്ക് ഇതുവരെ സാധിച്ചത്. അതുപോലെ എൻ്റെ മൂത്ത മകൾ അനസ്തേഷ്യ ടെക്നീഷ്യന് പഠിച്ചു. അവൾ പഠിച്ചു വന്നെങ്കിലും അവൾക്ക് ജോലി ലഭിക്കുന്നുണ്ടായിരുന്നില്ല. ഒരുപാട് ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ വിളിച്ചു ചോദിച്ചു. ഒരു ഹോസ്പിറ്റലിലും വേക്കൻസി ഇല്ലായിരുന്നു. ഞങ്ങൾക്ക് വളരെയധികം വിഷമമായി. ഞങ്ങൾ 2 ആഴ്ചയ്ക്ക് മുമ്പ് ഇവിടെ വന്ന് ജോസഫ് അച്ഛനെ കാണുകയും അച്ഛൻ പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് പ്രാർത്ഥിച്ചു പോയതിന് ശേഷം 2 ആഴ്ച കഴിഞ്ഞപ്പോൾ വീടിനടുത്തുള്ള 3-4 ഹോസ്പിറ്റലുകളിൽ അവൾക്ക് വേക്കൻസി കാണിക്കുകയും അവളെ കല്യാണം കഴിച്ച വീടിനടുത്ത് തന്നെ പാലായിലെ ഒരു ഹോസ്പിറ്റലിൽ തന്നെ അവൾക്ക് ജോലി ലഭിക്കുകയും ചെയ്തു. അങ്ങനെ വേക്കൻസി ഇല്ലാതെ ഇരുന്നു. ഞങ്ങൾ ഒരു ഹോസ്പിറ്റലിലും വേക്കൻസി ഇല്ലാതെ ഇരുന്ന് ഞങ്ങൾ വളരെയധികം വിഷമിച്ചു. അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചതിന് ശേഷം വേക്കൻസികൾ തന്നെ കേൾക്കുക. ഞങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴും ഒക്കെ കേൾക്കാനിടയായി വേക്കൻസിയെക്കുറിച്ച്. അതുപോലെ ഒരു വേക്കൻസിയെക്കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടില്ലായിരുന്നു. അങ്ങനെ കോടാനുകോടി അനുഗ്രഹങ്ങളാണ് ഈ 4 വർഷം കൊണ്ട് അമ്മ മാതാവും ഉണ്ണി യേശുവും ഞങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഇനിയും അനുഗ്രഹങ്ങൾ തരുമെന്നും പ്രതീക്ഷിച്ചത് കൊണ്ട് ഞങ്ങൾ ഇവിടെ നിർത്തുകയാണ്.